ഹലോ അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ കൊണ്ടുള്ള ചിപ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഞാൻ ചെയ്തെടുക്കുന്നില്ല, അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ചെയ്തെടുക്കുന്നുള്ളൂ. പിന്നീട് ഒരു ബൗളിലേക്ക് ഒരല്പം ഉപ്പിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കപ്പ ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 3 തണ്ട് കറിവേപ്പില ഇട്ട് ഞാനൊന്ന് വറുത്ത് കോരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ ഫ്ലേവറെല്ലാം, കറിവേപ്പിലയുടെ ഫ്ലേവറെല്ലാം നമുക്ക് എണ്ണയിലേക്ക് ഇറങ്ങിക്കിട്ടും. അപ്പം നമ്മൾ ചിപ്സ് വറുത്തെടുക്കുന്ന സമയത്ത് ചിപ്സിലും ആ കറിവേപ്പിലയുടെ ഫ്ലേവർ ഉണ്ടാകും. ഞാൻ ഇതുപോലൊരു സ്ലൈസർ ഉപയോഗിച്ചിട്ടാണ് കപ്പ ചിപ്സ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു സ്ലൈസർ ഉണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ടുള്ള കപ്പ ചിപ്സ് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനും പറ്റും. ഇനി സ്ലൈസർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഒരു കത്തി വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരിയെടുത്താൽ മതി. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ചിപ്സ് ക്രിസ്പി ആയി വരുന്നതായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പുനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണയിൽ അല്പം ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അത് പ്രശ്നമില്ല. ആ പൊട്ടിത്തെറിയൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാവുന്നതാണ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ സ്ലൈസർ ഉപയോഗിച്ച് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ളവയെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തതിന് ശേഷം കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഒരുപാട് കുറയും. അപ്പോൾ എല്ലാ ചിപ്സും ഞാൻ ഇതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇടാതെ കുറച്ച് ചിപ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാൻ വേണ്ടിയാണ്. പിന്നീട് കുറച്ച് ചിപ്സിലേക്ക് ഞാനിതുപോലെ മുളക് പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ക്രിസ്പി ആണെന്ന് മാത്രമല്ല വളരെ നേരിയതായതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.